പലപ്പോഴും ഒരു ദുരന്തമുണ്ടായി കഴിയുമ്പോഴാണ് നാം അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നത്. എന്നാൽ രാജ്യത്തെ വിവിധ ഏജൻസികൾ പഠനവിധേയമായി പുറത്തുവിടുന്ന വിവരങ്ങൾ ആരും അത്ര കണ്ട് ഗൗനിക്കാറില്ല. ഇപ്പോൾ ഉരുൾപൊട്ടൽ ദുരന്തമായിരിക്കുന്ന വയനാട് മുണ്ടക്കൈ മേഖല ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രമാണെന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ സംവിധാനങ്ങൾ വേണ്ടത്ര ജാഗ്രത പുലർത്താതിരുന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടാൻ കാരണമെന്നാണ് ആരോപണം. അതിനിടെ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ പട്ടികയിൽ വയനാട് 13ാം സ്ഥാനത്താണ്. കേരളത്തിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ 5ാമതാണ് വയനാട്. പ്രദേശങ്ങളിലെ പ്രധാന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ISRO പട്ടിക തയ്യാറാക്കിയത്. 17 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 147 ജില്ലകൾ ഉൾപ്പെടുത്തിയാണ് ദേശീയ തലത്തിൽ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ തൃശൂരാണ് ആദ്യം. പട്ടികയിൽ തൃശൂർ 3ാം സ്ഥാനത്താണ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവ യഥാക്രമം 5ഉം 7ഉം 10ഉം സ്ഥാനത്താണ്. ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗാണ് 1ാം സ്ഥാനത്ത്. ISRO സ്ഥാപനമായ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ 2023 ഫെബ്രുവരിയിലാണ് ഈ വിവരങ്ങൾ അടങ്ങുന്ന പട്ടിക തയ്യാറാക്കിയത്. 1998 മുതൽ 2022 വരെ കാലയളവിൽ വിവിധ സമയങ്ങളിലായി നടന്ന ഉരുൾപൊട്ടലുകൾ ISROയുടെ പഠനം പരിശോധിക്കുന്നുണ്ട്. 2021 വയനാട്ടിലെ പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം സംഭവിച്ച ചില പ്രധാന ദുരന്തങ്ങളെയാണ് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം പരിശോധിക്കുന്നത്. ISRO ലാൻഡ്സ്ലൈഡ് അറ്റ്ലസിൽ വയനാടിന് ശേഷമുള്ളത് എറണാകുളം ജില്ലയാണ്. 15ാം സ്ഥാനത്താണ് എറണാകുളം. ഇടുക്കി 18ാം സ്ഥാനത്തും കോട്ടയം 24ാം സ്ഥാനത്തുമാണ്. കണ്ണൂർ 26, തിരുവനന്തപുരം 28, പത്തനംതിട്ട 33, കാസർഗോഡ് 44, കൊല്ലം 48, ആലപ്പുഴ 138 എന്നിങ്ങനെയാണ് പട്ടികയിലുള്ള മറ്റ് ജില്ലകൾ. ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് തയ്യാറാക്കുന്നതിനായി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പശ്ചിമഘട്ടവും ഹിമാലയൻ പ്രദേശങ്ങളും കേന്ദ്രം പ്രത്യേകമായി പരിശോധിച്ചിരുന്നു. ഹിമാലയൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് മണ്ണിടിച്ചിലുകൾ കുറവാണെങ്കിലും ഉയർന്ന ജനസാന്ദ്രതയും ഗാർഹിക സാന്ദ്രതയും കാരണം പശ്ചിമഘട്ടത്തിലെ നിവാസികളും കുടുംബങ്ങളും നേരിടുന്ന അപകട സാധ്യത കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെന്നാണ് പഠനം പറയുന്നത്. കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം പരിശോധിക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സമീപകാല റിപ്പോർട്ടിൽ വയനാട് ജില്ലയിലെ വനഭൂമി നശിപ്പിക്കപ്പെട്ടതിന്റെ വ്യാപ്തി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മാനേജ്മെന്റ് പ്ലാൻ പ്രകാരം 1811.35 ചതുരശ്ര കിലോമീറ്ററായിരുന്നു വയനാട് ജില്ലയിലെ വനഭൂമി. 2021 863.86 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. 947.49 ചതുരശ്ര കിലോമീറ്റർ വനത്തിന്റെ കുറവാണ് ഈ കണക്ക് പ്രകാരം രേഖപ്പെടുത്തുന്നത്.